നമ്മൾ ഓർക്കണം, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ, സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അല്ലാഹുവേ, അവിടെ നീ സ്വർഗ്ഗത്തിലേക്ക് തിരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞാനും നിങ്ങളും എത്ര അഹങ്കാരത്തോടെ എങ്ങനെ ജീവിച്ചാലും ഞാൻ പറയട്ടെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചു പോകും. എല്ലാ യുവാക്കളും ഓർക്കണം, എല്ലാവരും ഓർമ്മിക്കണം, ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, തൊട്ടടുത്തിരുന്ന് പലരും ചിലപ്പോൾ കരയുന്നുണ്ടാകും. നമുക്ക് കരയാനും കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. നമ്മളിങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഷർട്ട് പോലും അഴിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തെ ഒന്ന് കുളിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ ഉറുമ്പുകൾ കയറി വന്നാൽ, ഈച്ചകൾ കയറി വന്നാൽ അതിനെ തിരിച്ചയക്കാനും തെളിച്ചു മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയില്ല. ആ കിടക്കുന്ന കിടത്തം നിങ്ങൾ ഓർത്തു നോക്കൂ. അത് ഈ പാവപ്പെട്ട എനിക്ക് കിടക്കാനുണ്ട്, നിങ്ങൾക്കും കിടക്കാനുണ്ട്, മരിച്ചു കിടക്കാനുണ്ട് ഒരു സമയം. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം, മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇവിടെയുള്ള എല്ലാ അഹങ്കാരവും കഴിഞ്ഞുപോയി. എന്തഹങ്കരിക്കാനാണ് സുഹൃത്തെ? നീ ഒന്നാലോചിച്ചു നോക്കൂ. നിന്റെയും എന്റെയും വയറ്റിൽ നിറയെ നജസല്ലയോ? ഈ നജസ് പേറി നടക്കുന്ന നീ എന്തിന്റെ പേരിലാണ് തുള്ളുന്നത്? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? നിനക്കിതൊന്ന് മാറ്റിവെക്കാൻ കഴിയോ? സ്വന്തം ശരീരത്തിൽ നജസ് പേറി നടക്കുന്നവനല്ലേ മനുഷ്യൻ? നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നുന്നു. ഒരു ഉള്ളി കൊണ്ടുവന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തൊലിച്ചാൽ ഉള്ളിയുടെ മുന്നിൽ കരയുന്നവനല്ലേ നീ? ചോദിക്കട്ടെ, ഒരു ദിവസം 2 ദിവസം മഞ്ഞ് കൊണ്ടാൽ മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുന്നവനല്ലേ നീ? ഓ സുഹൃത്തെ, നിനക്കൊരു വയറ്റിൽ വേദന വന്നാൽ നേരെ നിൽക്കാൻ കഴിയോ? നീ അവിടെ ഓടിപ്പോയില്ലേ, വളഞ്ഞുപോയില്ലേ? നിന്നെ എടുത്തുകൊണ്ടുപോയി അതാ നീ അവസാനം വല്ലാതെ വേദനിക്കുന്നു, വേദനയാകുന്നു എന്ന് പറഞ്ഞ് ഒരു ബാത്റൂമിലേക്ക്, വാഷ്റൂമിലേക്ക് കയറി ടോയ്ലറ്റിലേക്ക് പോയി അവിടെ നിന്ന് വിസർജിക്കുന്ന സമയത്ത് അല്പം കൂടുതൽ നജസ് പോയാൽ നീ ബോധം കെട്ട് വീണുപോയില്ലേ? പിന്നെ നിന്നെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് തരികയാണ് നിനക്ക് ബോധം തെളിയാൻ വേണ്ടി. ഇതല്ലേ നിന്റെ ജോറ്? ഇതെന്റെ നിന്റെ ശക്തി? ചോദിക്കട്ടെ, നീയും ഞാനും മരിച്ചു വീഴുമ്പോ നിനക്ക് മലക്കുൽ മൗത്തിനെ തിരിച്ചേക്കാൻ കഴിയോ? അല്ലെങ്കിൽ അവിടെ നിനക്ക് നിന്റെ എന്തെങ്കിലും അഹങ്കാരം പ്രകടിപ്പിക്കാൻ കഴിയോ? ഇല്ലല്ലോ. എല്ലാവരും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി മാത്രം മരിക്കാൻ നോക്കണം. ഒരിക്കലും അഹങ്കാരിയായി ജീവിക്കരുത്. ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. കിബർ, അഹങ്കാരം, ഒരു അണുമണി തൂക്കമുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിച്ചോളൂ.